എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ പശുക്കളും എരുമകളൊക്കെ സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള സെയിലിനായിട്ട് എത്തിയിട്ടുള്ള 2 പശുക്കൾ എന്ന് പറയുന്നത്. ഒരാൾ വെള്ളയും ചുവപ്പും കളറാണ്. അവൾക്ക് രാവിലെ 6 ലിറ്റർ പാലും ഉച്ചരിഞ്ഞിട്ട് ഒരു 3.5 ലിറ്റർ പാലാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിലോട്ട് ഇവൾ വന്നിട്ട് 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം നമ്മുടെ തീറ്റയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവളാണ്. ഒരു കൊമ്പൊന്നും കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട കേട്ടോ. ഭയങ്കര പാവം പിടിച്ച പശുവാണേ. പിന്നെ രണ്ടാമതായിട്ട് വന്നിട്ടുള്ളത് ഒരു ചുവപ്പ് പശുവാണ്. ഇവൾക്കും നിലവിൽ ഇന്ന് കിട്ടിയിരിക്കുന്നത് 6ഉം 3 ലിറ്റർ പാലാണ്. അപ്പോൾ ഇതാണ് ഒരു പശു. കാമ്പൊക്കെ നല്ല നീളത്തിലുള്ള കാമ്പായത് കൊണ്ട് 2 പേരെയും കറക്കാനായിട്ട് നല്ല സുഖമാണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇരുന്ന് കറക്കാൻ യാതൊരുവിധ ശല്യങ്ങളും ഇല്ല. നന്നായിട്ട് വെള്ളം കുടിക്കാനായാലും പുല്ല് തിന്നാനായാലും 2 പേരും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ആ സാധാരണക്കാർക്ക് പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു പശുവിന് തന്നെ വേണമെങ്കിൽ വെള്ളയും ചുവപ്പിനെയും പറയാം കേട്ടോ. കാരണം അധികം ഓവർ സൈസ് അല്ലാത്ത നല്ല ഒരു പശു, ചുമപ്പ് പശു ആയാലും അധികം ഹൈറ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പാവാണ് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു എരുമയാണ് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത്. ഇവൾക്ക് 7 ലിറ്റർ പാലാണ് കേട്ടോ ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഉള്ളത് എരുമക്കുട്ടിയാണേ. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു എരുമ വന്നിട്ടുള്ളത്. ഇവൾക്ക് 7 ലിറ്ററും ഉച്ചരിഞ്ഞിട്ട് 3.5 ലിറ്റർ പാലാണ് ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല 2 എരുമകളാണ് കേട്ടോ. യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാത്ത നല്ലൊരു മോളാണ്. യാതൊരുവിധ ശല്യങ്ങളും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും പോയിട്ട് കറക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു മോളാണ്. കാമ്പിനായാലും നല്ല നീളത്തിലുള്ള കാമ്പായത് കൊണ്ട് തന്നെ കറക്കാനായാലും നല്ല സുഖമാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. ഭയങ്കര ടഫായിട്ടുള്ള ഇതൊന്നല്ല. അടിപൊളിയായിട്ട് നമുക്ക് കറന്നെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. പിന്നെ ഉള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ കാണിക്കാൻ പോകുന്ന എരുമയുടെ കുട്ടിയാണ് കേട്ടോ. ഇത് പോത്തുംകുട്ടിയാണേ. അപ്പോൾ ഇത് പോത്തുംകുട്ടിയാണ്. മാത്തെന്നാണ് കേട്ടോ നമ്മൾ ഓമന പേര് വിളിക്കുന്നത്. ഭയങ്കര സ്നേഹമുള്ളൊരു മോനാണ് കേട്ടോ. ഒരു പാവം പിടിച്ച കുട്ടി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇത് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് വലിയൊരു എരുമ തന്നെയാണ്. ഇവൾക്ക് ഇപ്പോൾ നിലവിൽ ഇതേപോലെ തന്നെ 7 ലിറ്റർ പാലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നല്ല ചുരുട്ടി കൊമ്പൊക്കെ ആയിട്ട് നല്ലൊരു എരുമ തന്നെയാണ്. പാടത്ത് പോയിട്ട് പുല്ല് തിന്നാനായാലും യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാത്ത നല്ലൊരു മോളാണ് കേട്ടോ. കാമ്പ് നീളായാലും അത്യാവശ്യത്തിന് വലിയ കാമ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു എരുമയാണ്. ഇവളെന്നെ അവർ പാടത്താണ് കൊണ്ട് കെട്ടിയിട്ടിരുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെ നല്ല എവിടത്തെ പുല്ല് വേണമെങ്കിലും തിന്നാനായിട്ട് ഒരു മടിയില്ലാത്ത എരുമ തന്നെയാണ് കേട്ടോ ഇവള്. അപ്പം നല്ലൊരു എരുമയാണ്. 2ഉം ഓവർ സൈസ് അല്ലാത്ത മീഡിയം സൈസ് എരുമകളാണ്. വെള്ളം കുടിക്കാനായാലും പുല്ല് തിന്നാനായാലും വൈക്കോലായാലും എന്തായാലും അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് വെള്ളം കുടിക്കും, തീറ്റ തിന്നും ഒക്കെ ചെയ്യും. ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ച എരുമയുടെ കുട്ടിയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണിച്ച എരുമയുടെ കുട്ടി. ഇവളെ എരുമക്കുട്ടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു സുന്ദരി മോളാണ് കേട്ടോ. നന്നായിട്ട് നോക്കി തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മോളായിട്ട് തന്നെ കിട്ടുന്നൊരു നല്ലൊരു മോളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവളെന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുള്ള ഒരു നടത്തവും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.